ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ എഴുന്നേറ്റുണ്ട്. പതിവിൽ നേരത്തെ എഴുന്നേറ്റു, കാരണം രണ്ടുപേരും സ്കൂളിലേക്ക് പോകണം. അപ്പോൾ ഡുണ്ടുവിന് ഫസ്റ്റ് ഡേ സ്കൂളിൽ കൊണ്ടുപോകണം. ഷോർട്സിനായിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഫുൾ ഡേ ക്ലാസ് ഉണ്ട് കേട്ടോ ഡുണ്ടുവിന്. അപ്പോൾ രണ്ടുപേരും രാവിലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പതിവിൽ നേരത്തെ എഴുന്നേറ്റു. വൺ ടാസ്ക് ആണെന്ന് എനിക്കിന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് രണ്ടുപേരെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് രാവിലെ. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല ജലദോഷവും മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു. സൗണ്ട് ഒന്നും ശരിയായിരുന്നില്ല. അപ്പോൾ അത് സൗണ്ട് ശരിയായിട്ട് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വീഡിയോ നീട്ടി വെച്ചേക്കായിരുന്നു. ഇന്ന് സൗണ്ടൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ വിക്സൊക്കെ തേച്ചിട്ടാണ് ഞാൻ ഇന്ന് പരിപാടികളിലേക്കൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ രാവിലത്തെ പയർ ഇന്നലെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മത്തങ്ങയും പയറും എരിശ്ശേരി പോലെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പപ്പടവും വറുത്ത് മുട്ടയും വറുത്ത് കൊടുത്തു വിടാമല്ലോ. എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് കഴിക്കുമോയെന്ന് അറിയില്ല. വീട്ടിൽ വെച്ചിട്ട് കഴിക്കാറൊന്നും ഇല്ല, എന്നാലും കൊടുത്തു വിടാന്നുള്ള രീതിയിൽ ഞാനത് ഉണ്ടാക്കണമെന്ന് മാത്രം. അപ്പോൾ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പരിപാടി പാലെടുത്ത് വയ്ക്കലും, ഫ്രിഡ്ജിൽ തലേദിവസം അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കലും, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാ വീടുകളിലും. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സുള്ള ദിവസങ്ങളൊക്കെ തലേ ദിവസം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ വർക്കിംഗ് മോംസിനൊക്കെ വളരെ ഒരു എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ പരീക്ഷ വിജയിച്ചതാണ്. എല്ലാ അരിയണ പരിപാടികളൊക്കെ തലേദിവസം ചെയ്ത് വയ്ക്കുക. ചിലർ ഉള്ളി വെളുത്തുള്ളി വരെ തലേദിവസം നന്നാക്കി വയ്ക്കും. അത്രയും ചെയ്താൽ തന്നെ പകുതി കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം എടുത്തിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിറ്റേ ദിവസം വെളുപ്പിനെടുത്ത് അരിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല കേട്ടോ. അത് നേരം ഒത്തിരി നമ്മുടെ പോവും. അപ്പോൾ പരമാവധി എല്ലാവരും ഒരു മോട്ടിവേഷനായിട്ട് എടുത്തോ. നിങ്ങൾ പരമാവധി അരിയേണ്ട സാധനങ്ങളൊക്കെ തലേ ദിവസം അരിഞ്ഞ് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഇതുപോലെ സ്റ്റോറേജ് ബോക്സിൽ വാങ്ങിച്ചിട്ട് അതിനകത്ത് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. സബോളയൊന്നും അരിഞ്ഞ് വയ്ക്കേണ്ട കാര്യമില്ല. പച്ചക്കറി കാര്യങ്ങളൊക്കെ ഒലത്താനും ഇതിന് ഉപ്പേരിക്കൊക്കെയുള്ള സാധനങ്ങൾ അങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിറ്റേ ദിവസം അത്രയും വർക്ക് കുറയും, പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും ചെയ്യാം. അപ്പം ഞാൻ മത്തങ്ങയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ സ്റ്റോറേജ് കണ്ടെയ്നർ അത് ഞാൻ ഇതുപോലെ മീഷോന്ന് വാങ്ങിച്ചതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ലിങ്ക് കിട്ടാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കാൻ അറിയില്ല, കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാണ്. അതിനകത്ത് അരിഞ്ഞ് നമ്മൾ വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോളും. ആ ബോക്സുകൾ നല്ല യൂസ്ഫുള്ളാണ്. എനിക്ക് അധികം റേറ്റാണ്, നമ്മൾ ചീപ്പ് റേറ്റൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ വെച്ചിട്ട് പിന്നെ മത്തങ്ങയും പയറൊക്കെ ഉണ്ടാക്കാമെന്ന് ചോദിക്കുന്നത്. ഇത് കഴിക്കുമെന്നൊന്നും അറിയുന്നില്ല. ചിലപ്പോൾ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കഴിക്കൂല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ദോശയ്ക്കുള്ള മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കാം, തക്കാളി ചട്നിയും ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഇരിക്കേണ്ട. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സബോളയും തക്കാളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം തന്നെ ചെയ്താൽ മതി. ബാക്കിയത് വലിയ കാര്യങ്ങളുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തക്കാളി ചട്നി എല്ലാവർക്കും ഫേവറേറ്റ് ആണല്ലോ ഇവിടെ. ഞാൻ തിക്കായിട്ടല്ല ഉണ്ടാക്കാറ്, ലൂസായിട്ട് ഉണ്ടാക്കാറ്. കാരണം എല്ലാവരും തിക്കായിട്ട് ഉണ്ടാക്കാറ്. പക്ഷേ ഇവിടെ അങ്ങനെ തിക്കാക്കി കഴിഞ്ഞ് ഇവർ കഴിക്കില്ല. ഇവർക്ക് ലൂസാക്കി ഉണ്ടാക്കണം. പിന്നെ പോരാത്തിന് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ദോശയിൽ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ കാണാൻ പാടില്ല, അങ്ങനത്തെ രീതിയിൽ ചമ്മന്തി ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ ലൂസാക്കാൻ പറ്റുന്ന അത്രയും ലൂസിൽ എടുക്കണം, ചാറ് കൂട്ടിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെക്കാമെന്ന് വെച്ചപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സൈഡിൽ നിന്ന് എടുത്തു. തേങ്ങ ചിരകാൻ വേണ്ടി എൻ്റെ പിന്നാലെ എഴുന്നേറ്റ് പോകുന്ന ആളുകളെ കൊണ്ട് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും ആൾ ചെയ്തു തരും. നമുക്ക് യാതൊരു ഇതും വേണ്ട. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഹസ്ബൻഡാണ് എൻ്റെ ചേട്ടാ. അപ്പോൾ ആൾ വന്നിട്ട് തേങ്ങ ചണ്ടി തരാണ് എരിശ്ശേരിയിലേക്കുള്ളത്. അപ്പോൾ എൻ്റെ ഗ്രീൻ ടീ അവിടെ തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തക്കാളി ചമ്മന്തിയിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഞാൻ തുടങ്ങി. അപ്പോൾ ആരോ കമൻറ്റിൽ കണ്ടു കട്ടിംഗ് ബോർഡ് ഇതുവരെ മാറ്റാറായിട്ടില്ലെന്ന്. എൻ്റെ വേറെ കട്ടിംഗ് ബോർഡ് ഉണ്ട്, പക്ഷേ അതിനകത്ത് അരിയുമ്പോൾ എനിക്ക് എന്തോ തെന്നിപ്പോണ ഒരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ ഈ പഴയ കട്ടിംഗ് ബോർഡ് തന്നെ എടുക്കുള്ളൂ. എൻ്റെ വേറെ കട്ടിംഗ് ബോർഡ് ഉണ്ട്, 3 കട്ടിംഗ് ബോർഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ എനിക്ക് എപ്പോഴും പ്രിയം ഇതിനോടായിരിക്കും. ഇത് ഞാനിങ്ങനെ തേച്ച് കഴുകി എടുത്തേക്ക്. അവർ ആരോ പറഞ്ഞു അത് കട്ടിംഗ് ബോർഡ് മാറ്റായിരുന്നില്ലേന്ന് മുന്നത്തെ വീഡിയോയിലെ കമൻസിൽ. കട്ടിംഗ് ബോർഡ് എൻ്റെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഞാൻ ചോറാണ് ഇട്ടേക്കണത്. ഇപ്പം കുക്കറിലാണ് ഇപ്പോൾ വെക്കണത്, റൈസ് കുക്കറിൽ ഇറക്കി വെക്കണില്ല. കുക്കറിലാകുമ്പോൾ വേഗം അങ്ങോട്ട് 6 വിസിലടിച്ചാൽ മതിയില്ല. അപ്പോൾ അങ്ങനെ വേഗം കഴിയും. അപ്പോൾ ഞാൻ പയർ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് വിസിൽ പോയി കഴിയുമ്പോൾ മത്തയും കൂടി ഇട്ടിട്ട് ഒരു അടിയും കൂടി അടിക്കണം. എന്നിട്ട് വേണം തേങ്ങയുടെ കാര്യങ്ങൾ ശരിയാക്കാനായിട്ട്. പുറത്ത് മഴ ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. വെട്ടം അങ്ങനെ ആയിട്ടില്ല, വെട്ടം വെച്ച് വരണുള്ളൂ. വെട്ടം ഇല്ല, ലൈറ്റിങ് വന്ന് തുടങ്ങണേ ഉള്ളൂ.
അങ്ങനെ തേങ്ങ ചിരകലൊക്കെ കഴിഞ്ഞ് ആളങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ വെട്ടമൊക്കെ വന്നിട്ട് അപ്പോൾ ഞാൻ ആ തേങ്ങയൊക്കെ ഒന്ന് അരച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് പിന്നെ താളിക്കണേൽ കുറച്ച് തേങ്ങ വറുത്തും കൂടി ഇടണമല്ലോ. അപ്പോൾ കുറച്ച് എടുത്ത് അതിനകത്ത് അരച്ചൊഴിച്ചിട്ട് ബാക്കിയത്തെ താളിക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില, അതുകൊണ്ട് കുറേശ്ശെ തേങ്ങയൊക്കെ എടുത്താൽ മതി എന്ന് ഓർഡർ, അതുകൊണ്ട് കുറച്ച് എടുക്കണുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തേങ്ങ അടിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഗ്രീൻ ടീ കുടിച്ചിട്ടില്ല കേട്ടോ, അത് ചൂടാറാൻ വേണ്ടി വെച്ചേക്കാണ്. മിക്സിയിൽ ഞാൻ അതേ തേങ്ങ അരയ്ക്കാണ്ട് പോടാ. മിക്സി സുജാതയുടെ മിക്സി, പുതിയ മിക്സിയാണത്. പക്ഷേ സ്വിച്ചിൻ്റെ അവിടെ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഞെക്കി പിടിക്കണം, എന്നാലും അടിക്കാൻ പറ്റുന്നുള്ളൂ. പുതിയ മിക്സി, അധികം ഒരു വർഷം ആവണുള്ളൂ മിക്സി അടിച്ചിട്ട് കണ്ട. അതും അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം. അതും ശരിയാക്കി തരാൻ വേണ്ടി ഇതുവരെ ശരിയാക്കി തന്നിട്ടില്ല. അതിൻ്റെ സ്വിച്ചിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ അടിച്ച് തീരണ വരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. ചില സമയത്ത് വിട്ട് കഴിയുമ്പോഴും ശരിയായി വരും, പക്ഷേ ഇടയ്ക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ രണ്ട് കൈ നമ്മുടെ വർക്കിംഗ് ആയിരിക്കും. ഒരു കൈ സ്വിച്ചിമേ പിടിക്കണം, എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല കേട്ടോ. ഒരു കൈ സ്വിച്ചിമേ പിടിക്കണം, ഒരു കൈ മിക്സിയുടെ ജാറുമേ പിടിക്കണം. വല്ലാത്തൊരവസ്ഥയായി പോയത്. അപ്പം കുക്കർ ചോറ് വെന്തു, ചായ വെച്ചു. പിന്നെ അതേ മത്തങ്ങയും പയറിലേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ പോകുന്നു. അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഓരോ ടീമുകളെ എഴുന്നേപ്പിച്ച് കൊണ്ടുവന്ന് ബാക്കിയത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അതിനിടയ്ക്ക് ഉണക്കമീൻ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ട്, അപ്പോൾ വേഗം ഞാൻ പോയിട്ട് അത് ഉണക്കമീൻ വെള്ളത്തിലിടാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ കുറേ പണികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഉണക്കമീൻ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഉണക്കമീൻ ഡുണ്ടുവിന് കൊടുത്തു വിടണില്ല. പൊന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ സ്കൂളിൽ മീൻ കൊടുത്തു വിടാൻ പാടില്ല. കൊടുത്തു വിടണമെങ്കിൽ തന്നെ സോപ്പ് നമ്മൾ എക്സ്ട്രാ, സോപ്പല്ല ഹാൻഡ് വാഷ് നമ്മൾ എക്സ്ട്രാ കയ്യിൽ കൊടുത്തു വിടണം. അതുകൊണ്ട് മീൻ കൊടുത്തു വിടൽ കുറവാണ്. ഇന്നിപ്പോൾ ചെറിയൊരു ഹാൻഡ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കൊടുത്തു വിടാമെന്ന് ഓർത്തിട്ട് ഉണക്കമീൻ കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ നിന്ന് സാവധാനം കുടിക്കാമെന്ന് കരുതി. പിന്നെ കയ്പ്പ് കാരണം കൂടെ ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കും. ഭയങ്കര കയ്പ്പ്, അതുകൊണ്ട് ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കും അത്. അങ്ങനെ ഗ്രീൻ ടീ കൂടിയൊക്കെ ഒരു തരത്തിൽ കൂടെ ഇരുന്ന് കുടിക്കാനൊന്നും സമയമില്ല. അപ്പം നിന്ന് അങ്ങനെ കുടിച്ച് അങ്ങനെ പോവാണെന്ന് മാത്രം. അപ്പം ചേട്ടൻ്റെ ഡുണ്ടുവിനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് സ്കൂളിൽ വൈകുന്നേരം വരെ ഇരിക്കാൻ പോകണം, അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് കൊച്ചിന്. പക്ഷെ കൊച്ച് ഭയങ്കര ആക്റ്റീവാണ്. അതിന് എങ്ങനെയെങ്കിലും സ്കൂളിൽ പോയാൽ മതിയെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം പുള്ളിക്കാരത്തി ഒരു വെളിയിൽ തന്നെ എഴുന്നേറ്റ് വന്നു. ഇനി മറ്റേ മുതലിനെ എഴുന്നേൽപ്പിച്ചും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, അതിങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം ചായ വേഗം ആറ്റി കൊണ്ടു കൊടുക്കട്ടെ. ഇവർ രാവിലെ ഇരുന്നിട്ട് കണ്ണ് തിരുമ്പി ചായ ചോദിച്ചാണ് ആദ്യം വരാം. ചായ എന്ന് മാത്രം പറഞ്ഞ് ഇങ്ങനെ വരുള്ളൂ, വേറെ ഒന്നും അവർ പറയില്ല ചായ. അപ്പം രണ്ടുപേരുള്ള ചായ കൊണ്ടു കൊടുക്കട്ടെ, ഒന്ന് ഉഷാറാക്കട്ടെ. നല്ല തണുപ്പല്ലേ, പുറത്ത് മഴയുണ്ട്. അപ്പം ചായ കൊടുത്ത് റെഡിയാക്കാം, ഒന്ന് ഉള്ളിൽ ചൂടാക്കാന്നുള്ള രീതിയിൽ ചായ കൊടുക്കാമെന്ന് വെച്ചിട്ട് ചായ കൊണ്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അതെ അവൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഞാൻ കിച്ചണിലേക്ക് തന്നെ വന്നു. ബാക്കിയത്തെ കലാപരിപാടികൾക്ക് വേണ്ടി രണ്ടുപേർക്കും ചായയൊക്കെ കൊണ്ടു കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പം നേരമൊക്കെ വെള്ളത്തിൽ ലൈറ്റൊക്കെ വന്നിട്ടാ, വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ മത്തങ്ങയും വേറെ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഇത് ഞാൻ തൊട്ട് ചെയ്യാൻ പോണേപ്പോൾ ഇതിനകത്ത് തേങ്ങ വറുത്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ തക്കാളി ചട്നി താളിക്കാൻ പോകണമെന്നിട്ടാണ് ഓർമ്മ കിട്ടലും കിട്ടി ചെയ്യണേന്ന്. അങ്ങനെ തക്കാളി ചട്നി താളിച്ചൊഴിക്കണം. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം ദോശ പിന്നെ കഴിക്കണ നേരമാകുമ്പോഴേക്കും ചുടണുള്ളൂ. ഇപ്പം ചുട്ട് വയ്ക്കണില്ല. അപ്പോൾ വേപ്പിൻ്റെ ഇലയൊക്കെ ഞാനിങ്ങനെ സ്റ്റോറേജ് ബോക്സിലേക്ക് എടുത്ത് വെച്ചേക്കണ്ട, അത് നല്ലതാണ്. നമ്മളൊക്കെ ഒത്തിരി വേപ്പിൻ്റെ ഇലയൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ട് വരുമ്പോൾ അതിങ്ങനെ കഴുകിയിട്ട് നമ്മൾ സ്റ്റോറേജ് ബോക്സിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം അതിങ്ങനെ എടുത്ത് ഇട്ടാൽ മതി. അതുപോലെ മല്ലിയിലയും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്, ഒരു കേടും വരില്ല. കണ്ട ഞാൻ തക്കാളി ചട്നി ഇങ്ങനെ ലൂസിലുണ്ടാകുന്നുണ്ട്. ഇവിടെ ഇതും ചിലപ്പോൾ ഇവിടെ തികഞ്ഞു എന്ന് വലിയ, കാരണം ഇവിടെ എല്ലാവരും ദോശയുടെ ആൾക്കാരാണ്. നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് മൊരിഞ്ഞ ദോശയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തക്കാളി ചട്നിക്കൊക്കെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. എന്തോരം അടുത്തോടുന്ന് ചില തികയില്ല ചില സമയത്ത്. അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ. അപ്പം തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഡുണ്ടുവിനെ കുറച്ച് നേരം ഒന്ന് ഒക്കത്തിരുത്തി. ആദ്യമായിട്ട് പോണതല്ലോ, പക്ഷേ അതേ ആള് ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് കൊച്ചിന്. എങ്ങനെ സ്കൂളിൽ പോയി ഇരിക്കും എന്നുള്ള രീതിയിൽ കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല കേട്ടോ ആൾക്ക് എങ്ങനെയും എന്നെ യൂണിഫോം ഇടിച്ച് താട്ടുന്നതാണ് ഇപ്പോൾ അവൾ എന്നോട് പറയണത്. അപ്പം ഞാൻ പറയുന്ന സമയമാവട്ടെ മോനെ, എന്നിട്ട് യൂണിഫോം ഇടിച്ച് തരാമെന്ന് പറയുകയാണ്. യൂണിഫോം ഇടിച്ച് താട്ട് മമ്മി എന്നാണ് ഡുണ്ട് പറയണത്. അങ്ങനെ അതിനൊക്കെ ഒത്തിരുത്തിക്കൊണ്ട് പിന്നെ കുറച്ച് നേരം ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ആളെ അങ്ങോട്ട് വിട്ടു. പല്ലേപ്പിക്കാണ്ട്. ഇപ്പോൾ ചേട്ടൻ പല്ലേപ്പിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ തന്നെ പല്ലേക്കണമെന്നുണ്ട് ഒരാൾ തന്നെ പോയി തേക്കണ്ട. മര്യാദയ്ക്ക് തേക്കൊന്നുമില്ല, നമ്മൾ പോയി വായൊക്കെ ശരിക്കും കഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പേസ്റ്റൊക്കെ വായ തന്നെ ഇരിക്കണ്ടാവും. എന്നാലും അവരുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി പല്ലേക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേ മുതലിനെ പല്ലേപ്പിക്കാനായിട്ട് വിടണം. അപ്പോൾ ഭാഗ്യത്തെ ഇനി അടുക്കളയിലത്തെ വെക്കലും വിളമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വെക്കട്ടെ, എന്നിട്ട് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ നിരച്ചു. അപ്പോൾ
ഓരോരുത്തരുടെ കുളിക്കാനൊക്കെ വെള്ളം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആളും പല്ലേക്കിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവൾക്ക് പല്ലേക്കും ഭയങ്കര മടിയാണ്. അങ്ങനെ പല്ലേക്കിലേക്ക് കഴിഞ്ഞിട്ട് മീൻ വറുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണക്കമീൻ അത് വറുക്കാൻ അത്ര നേരമൊന്നും വേണ്ടില്ല. അപ്പോൾ ഉണക്കമീൻ വേഗം വറുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയേണ്ട, വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അതിനാണ് കമൻറ്റ് ബോക്സ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും അതിലൂടെ അറിയിക്കട്ടെ. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോക്കോ. നിങ്ങൾ ആരും നിർബന്ധിക്കില്ല കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ മീൻ വറുക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇടണുള്ളൂ. അതൊന്നും ഞാൻ ഒത്തിരി വീഡിയോ എടുത്ത് നിങ്ങളെ ഒത്തിരി ലാഗായി പോകും. പിന്നെ നിങ്ങളെ മുഷിച്ചിലാവും. അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും കാണിക്കണില്ല. അപ്പോൾ സ്നാക്സായിട്ട് ബ്രെഡും ജാമും കൊടുത്തുവിടാന്നിരിക്കണം. അപ്പോൾ ഇങ്ങനെ മരം പോലെ ബ്രെഡ് ഇരിക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല. അവർ ഇന്ന് ഇഡ്ലിച്ചെമ്പിലൊന്ന് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയിട്ട് വേണം ബ്രെഡ് കൊടുക്കാനെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഇഡ്ലിച്ചെമ്പിൽ വെച്ച് ആവി കയറ്റുമ്പോൾ നല്ല സോഫ്റ്റ് ബ്രെഡ് ആവില്ല. അപ്പോൾ ഞാൻ വേഗം അത് അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ ഏട്ടൻ അതിൽ ജാമൊക്കെ തേച്ചൊന്നു. ഒത്തിരി ജാമ് തേച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും തേച്ച് കൊടുക്കാറില്ല. ഈ മനുഷ്യനതിനകത്ത് കുറേ ജാമ് തേച്ച് വെച്ചേക്കണ്. എന്നിട്ട് പിള്ളേർ തിന്നട്ടെ, ന്യൂട്ടെല്ല തേക്കാന്ന് പറഞ്ഞപ്പോൾ ന്യൂട്ടെല്ല വേണ്ട, ജാമ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്നാ മതി എന്ന് പറഞ്ഞ് ജാമ് തേച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ജാമ് അധികം തേച്ചു. ഞാൻ അത്രയും തേക്കാറില്ല. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ ഉണക്കമീനൊക്കെ ഒന്ന് മറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എരിവൊന്ന് ചതച്ചമുളകൊന്നും ഇടണില്ല. ഒരു ഇത്തിരി മുളക് പൊടി ഇടണുള്ളൂ അതിനകത്ത്. ചതച്ചമുളക് ഇട്ടാൽ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കിടന്നിട്ട്. അത് എടുക്കുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കൊന്നും ഓർമ്മ കിട്ടില്ല. എന്നിട്ട് പറയണേവോ ഞാൻ പറയണതൊന്നും ഓർമ്മ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചോറ് പകർത്തി കഴിഞ്ഞപ്പോൾ ഒരു മുട്ട പൊരിക്കാന്ന് വെച്ചാൽ അതിനകത്തേക്കുണ്ട്. ആ മുട്ടയുടെ മഞ്ഞക്കരു കണ്ടില്ലേ, ഒരു തരം പ്രത്യേക കളറ്. താറാവ് മുട്ടയാണ്, പക്ഷെ എന്നാലും ഇങ്ങനത്തെ കളർ ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കണേ. ചീത്തയാണോ? പക്ഷെ ചീത്തയൊന്നും നല്ല ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കരുവിൻ്റെ കളറ് കണ്ട ഒരു വെറൈറ്റി കളറെന്ന് വേണമെങ്കിൽ പറയാം അതിനെ. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഇതേ ലഞ്ച് ബോക്സ് വെക്കുന്നുണ്ട്. 2 പേർക്ക് ചോറ് തന്നെ കൊടുത്തു തരണം. മൂത്താൾക്ക് പൊന്നൂന് ചോറ് പൊന്നു കഴിച്ചോളും, കുഴപ്പമില്ല. ഡുണ്ടൂന് അങ്ങനെ എന്താ പറയുക, കുറച്ച് ചോറ് ഇട്ട് കൊടുക്കണ്ടേ. എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. കഴിക്കണോടത്തോളം കഴിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ചോറ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മത്തങ്ങ പയർ എരിശ്ശേരി കുറേശ്ശെ വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിക്കൊന്നുമില്ല, എന്നാലും കുറച്ച് വെച്ച് കൊടുക്കേണ്ടത് മാത്രം. ഇത് ഇത്തിരി കഴിക്കട്ടെ. കഴിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അടച്ചു വെച്ചു. പിന്നെ ഇതിൽ ഏതാ ഡുണ്ടുവിൻ്റെ ബോക്സ് ഏതാ പൊന്നൂൻ്റെ ബോക്സിന് ഒരു പിടുത്തമില്ല. കാരണം പൊന്നൂൻ്റെയിലാണ് കൂടുതൽ ചോറ് വെച്ചിട്ട് ഡുണ്ടുവിൻ്റെ കുറച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ 2 പ്രാവശ്യം കണ്ട് ഞാൻ ആ പാത്രം തുറന്നു നോക്കി. പിന്നെ എനിക്കൊരു എത്തും പിടിയും കിട്ടില്ല. ദൈവമേ, ഞാൻ ഏത് പാത്രം ഇതിൽ വെച്ചേക്കണം, പേര് എഴുതിയിട്ടില്ല. പാത്രത്തിന് സെയിമാണ് പാത്രം. ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും അതിൻ്റെ ഉള്ളിലെ കറിപ്പാത്രം ഒക്കെ സെയിമാണ് 2 പേരുടെയും. അതുകൊണ്ട് ഏതാണെന്ന് ഒരു പിടിയില്ല. ലാസ്റ്റ് ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഏട്ടൻ അതിൻ്റെ വന്ന ബുദ്ധി അതൊന്ന് പൊക്കി പിടിച്ചു നോക്ക്, 2നും വെയിറ്റ് ഉണ്ടോ നോക്ക്. ഞാൻ സെയിം വെയിറ്റ് പോലെ എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. പിന്നെ ആൾ പറഞ്ഞു അല്ല ഇതാണ് കൂടുതൽ ചോറ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സെറ്റാക്കി തന്നു. പിന്നെ ഞാൻ വേഗം അതുമ്പോൾ പോയി മാർക്കർ കൊണ്ട് പേര് എഴുതി വെച്ചു, അല്ലെങ്കിൽ മാറിപ്പോയി. പക്ഷേ ഒരു കഴുകിൽ കഴിഞ്ഞപ്പോൾ പേരൊക്കെ മാഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇതിന് നെയിൽ പോളിഷൊക്കെ ഇട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം, അല്ലെങ്കിൽ മാറിപ്പോവും പെട്ടെന്ന്. പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് പൊന്നൂൻ്റെ പാത്രത്തിൽ വേഗം ആക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടി അവളുടെ അടുത്ത് കൊണ്ടു വെച്ചു. അല്ലെങ്കിൽ പിന്നെയും പാത്രം മറന്നു പോകും. അത് വല്ലാത്തൊരു കെണിയായി പോയിട്ട് എന്തോരം നേരം പോയി. 2 പ്രാവശ്യം ഞാൻ തുറന്നു നോക്കിയെന്നുള്ളത്. അത് ഏതായിരിക്കും എനിക്ക് തന്നെ ഒരു പിടിയും കിട്ടില്ല. അതന്നെ ഞാൻ ഇങ്ങനെ ആലോചന രീതിയിൽ തുറക്കണത് ഏതൊക്കെയായിരിക്കും ദൈവമേ. അതിൻ്റെ എങ്ങനെയൊക്കെയോ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടു കൊടുത്തു. അങ്ങനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടു വെച്ചു. അങ്ങനെ പിന്നെ ലഞ്ച് ബോക്സൊക്കെ കെട്ടി. പൊന്നൂന് ലഞ്ച് ബാഗ് ഇട്ടിട്ടുണ്ട്. ലഞ്ച് ബാഗ് മേടിച്ചിട്ടില്ല. അപ്പോൾ ലഞ്ച് ബാഗ് ഒരെണ്ണം സെറ്റാക്കണം. അത് അപ്പോൾ പൊന്നൂൻ്റെ ലഞ്ചിൽ ഇപ്പോൾ ബുക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ബാഗിൽ തന്നെ ഇറക്കി വെക്കില്ല എന്ന് വെച്ചിട്ട് ലഞ്ച് ബാഗ് ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ലഞ്ച് ബാഗിലൊക്കെ ഓരോന്ന് വെച്ച്. അപ്പോൾ അവൾ തന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞ് അവൾ കെട്ടി. പക്ഷേ എനിക്കൊരു തൃപ്തിയായില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അഴിച്ച് ഞാൻ തന്നെ വീണ്ടും കെട്ടി. അപ്പോഴേക്കും അവരുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. മുടി കെട്ടി കൊടുക്കുന്ന പൗഡർ എടുത്തൊന്ന് യൂണിഫോം അയൺ ചെയ്തതൊന്നും ഞാൻ എടുക്കാൻ. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു. അപ്പോൾ അത് കുത്തി വയ്ക്കാൻ പോയി. പിന്നെ ചാർജ് കുറച്ചായി കഴിഞ്ഞ പിന്നെയാണ് ഇപ്പോൾ ഇത് എടുക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. 2 പേരും ഇപ്പോൾ കുരിശൊക്കെ വരച്ച് അങ്ങനെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് 2 പേരും. അപ്പം എങ്ങനെയാവും അറിയില്ല. എന്തായാലും 2 പേരും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഡുണ്ടുവിൻ്റെ അടുത്ത് കുരിശ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഡുണ്ടു പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം വരച്ചതാണ്, ഇനി വരയ്ക്കണില്ല എന്ന്. എന്നാലും ഞാൻ ഒന്നുകൂടി വരപ്പിച്ചു. ഞാനൊന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ
കുരിശൊക്കെ വരച്ച് അങ്ങനെ ഡുണ്ടുമോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ എന്താ ഒന്നും അറിയില്ല. അവിടെ പിരിക മാത്രമേ എഴുതാൻ പാടുള്ളൂ. കണ്ണും പൊട്ടും ഒന്നും തൊടാൻ പാടില്ല. വാച്ച് കെട്ടാൻ പാടില്ല. കമ്മൽ അങ്ങനത്തെ സാധനങ്ങളും മാല ഒന്നും ഇടാൻ പാടില്ല. അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടെ. അങ്ങനെ